നമുക്കിന്നൊരു കക്ക ഫ്രൈ ചെയ്താലോ? അതിനായിട്ട് കക്കത ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലീൻ ചെയ്ത് വെച്ച കക്കയിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കക്ക മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, സവാള, വെളുത്തുള്ളി, ചെറിയുള്ളി എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി എന്നിവ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കറുവപ്പട്ടയും ഏലക്കായ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നാളികേരക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റി വരുമ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടിയുടെ പച്ചമണം മാറി വരുമ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം എല്ലാം വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കക്ക ഫ്രൈ തയ്യാറായിട്ടുണ്ട്.